നമ്മളെ പഠിക്കണം കേട്ടോ. എന്തെന്ന് വെച്ചാൽ പഠിത്തം മാത്രമേ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ല മനുഷ്യരെ അറിയാം, കുറേ പൈസയുണ്ട്, നമ്മളെ അമ്മയച്ഛനും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്താ ചെയ്തേ എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു എഫോർട്ട് ഒരു ജീവിതത്തിൽ ഒരു ബിഗ് എഫോർട്ട് നമ്മൾ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലതായിട്ട് ചിന്തിച്ചിട്ട് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ വിജയിക്കും. ദൈവത്തിൻ്റെ ഒരു കൃപയും കൂടി നമ്മൾ ഡെയിലി നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ നേടി തന്നെ നമ്മൾ ആ ഒരു എഫോർട്ട് എടുത്താൽ നമുക്ക് വിജയം ഉറപ്പാണ്. പിന്നെ നമുക്ക് ബാഡ് കമാൻഡ്സ് തരുന്ന എൻവിറോൺമെൻറ്റാണ്. ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ഇട്ടിട്ട് ചില ആൾക്കാർ പറയും, നീ പോടി, നിൻ്റെ വാക്ക് നോക്കി നീ പോയി നീ നല്ല ജോലിയൊക്കെ ചെയ്ത് നീ ജീവിക്കുമെന്ന്. പക്ഷേ കൂടുതൽ പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ച് മര്യാദയ്ക്കൊക്കെ നടന്ന് കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോകുക. ഇപ്പോൾ ജോലിക്ക് പോയാലും നമ്മൾക്കായത് പൈസ കിട്ടും, നമ്മൾ കൊച്ചിനെ നോക്കി നമ്മൾ അമ്മയുടെ അടുത്ത് കൊച്ചിനെ ആക്കിയിട്ട് പോകാം. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിനോ അല്ലാതെ നമ്മൾ ഒരു ആവശ്യത്തിന് അല്ലാതെ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക, ഒന്നിച്ച് ജീവിക്കണം. ഇപ്പോൾ ഹസ്ബൻഡിന് നല്ല ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിത പങ്കാളിയാണ്, ഒരു ഈഗോയിസം പാടില്ല. അവരെയും കൂടി നമ്മളൊന്ന് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി കൂടെ നമ്മൾ എഫോർട്ട് എടുക്കണം. പിന്നെന്ന് വെച്ചാൽ ഈ കല്യാണ ജീവിതം എന്ന് പറയുന്നത് ബൈബിളിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു റിലീജിയൻ വൈസായിട്ടുള്ള ബൈബിളല്ല. ഒരു മനുഷ്യനെ എങ്ങനെ നല്ല രീതിക്ക് ഈ ലോകത്തിൽ ഫുൾ നെഗറ്റീവാണ്. ആൾക്കാർ നല്ലത് പറയും, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയതിന് ശേഷം നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് എല്ലാം പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു യങ് സ്റ്റേജിൽ നമ്മളിരിക്കുക, അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ അമ്മയും അച്ഛനും നമ്മൾ പറയുന്നത് കേൾക്കും. നമ്മൾ ചുറ്റിയിരിക്കുന്നവരും നമ്മൾ പറയുന്നത് കേൾക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്ന് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുവാണ്, നല്ല ജോലിയുണ്ട്, അതൊക്കെ കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. പക്ഷേ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ആരും കാണൂല. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ദൈവഭക്തി മാത്രമേ നമ്മൾ കൂടെ കാണൂ. നമുക്കൊന്ന് നമ്മളൊന്ന് കിടന്നാൽ നമുക്ക് ഫുഡ് കൊടുക്കാനും ദൈവം അങ്ങനെ നമുക്ക് വരുത്തിക്കാതിരിക്കട്ടെ. പക്ഷേ ജീവിതം നമ്മൾ പ്യൂരിഫൈ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ആൾക്കാർ പറ്റിച്ചോട്ടെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരിക്കുക. ദൈവം അതിൻ്റെ പ്രതികാരം കൊടുക്കും. നമ്മൾ ഹസ്ബൻഡിനോട് ദ്രോഹിക്കാൻ പാടില്ല. അവർ നമ്മളെ ദ്രോഹിച്ചോട്ടെ, അവർ നമ്മളെ പറ്റിക്കട്ടെ, ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ, ചീത്ത വിളിക്കട്ടെ, അടിക്കട്ടെ, നമ്മൾ ഭക്തിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു വൈഫിൻ്റെ ഭക്തി ഒരു ഹസ്ബൻഡിനെ മാറ്റും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വേറെ ഒരു മാർഗവും ഇല്ല ഈ ലോകത്ത്. നമ്മൾക്ക് അമ്മയും അച്ഛനും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് പോകുവാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് പോയി എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത്, അപ്പോൾ അമ്മയുടെ അടുത്ത് പോകുവാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഉള്ളത് വരെ നോക്കും. അപ്പോൾ അവർ പോയതിന് ശേഷം ആര് നോക്കും? ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും കൂടി ഓർക്കണം. ഞാൻ നിൻ്റെ വൈഫിനെക്കാട്ടിൽ നിന്നെ സ്നേഹിക്കാം, നിൻ്റെ വൈഫിന് കട്ടനിട്ട് കൊടുത്താൽ ഞാൻ എനിക്ക് പാൽ ചായ ഇട്ട് തരാം. അങ്ങനെ പറയരുത്. അത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇതല്ല. അവളാണ് നിനക്കെല്ലാം. നിങ്ങൾ രണ്ടുപേരും ഒരേ ശരീരമാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരാണോ ഒന്നിച്ച് ജീവിക്കേണ്ടതെന്നും കൂടി വ്യക്തമായിട്ട് എല്ലാ ആൺകുട്ടികൾക്കും ഈ കാലത്ത് പറഞ്ഞ് പഠിപ്പിക്കണം. അത് തന്നെയാണ് ഓരോരോ പാരൻസും ചെയ്യേണ്ടത്. എനിക്ക് മര്യാദക്കേടായിട്ട് നടക്കണ പെൺപിള്ളേരെ കുറിച്ച് എനിക്ക് ഒരു ഇതുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് മര്യാദയ്ക്കൊക്കെ നടന്ന് ഒരു ഭർത്താവിന് വേണ്ടിയിട്ട്, നല്ല ഒരു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എത്ര വർഷവും വെയിറ്റ് ചെയ്ത് കിട്ടുന്ന പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആൺകുട്ടികളെ വളർത്തുമ്പോൾ പെൺമക്കളെ അടിക്കാൻ പാടില്ല. പിന്നെന്തുവാ എന്നുവെച്ചാൽ ഭാര്യമാരെ റെസ്പെക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്വന്തം ശരീരം പോലെ, ഒത്തിരി അങ്ങ് അതൊന്നും വേണ്ട. ഒരു മനുഷ്യയായിട്ട് അവളെ ഒന്ന് നോക്കണം. അവളുടെ ഓരോരോ ഇമോഷൻസ് മനസ്സിലാക്കണം. അവളൊന്ന് കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പെൺമക്കളെ ഓരോരോ ആൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു കൊടുക്കണത്. ഈ കാലത്ത് ജോലിക്ക് പോകുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, പിള്ളേർക്ക് എന്താ ഇല്ലാത്തേ? പക്ഷെ ആരും പയ്യന്മാരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരവരുടെ പാട്ടിന് നടക്കുന്നു. വൈഫിന് ആരും സത്യസന്ധതയായിട്ട് ഇരിക്കുന്നില്ല.
പിന്നെ ഒരു ആൺകുട്ടീനെ വളർത്തുമ്പോൾ ആ കൊച്ചിന് 10 വയസ്സായാൽ അതിനുശേഷം അമ്മമാർ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അവരുടെ ഫ്രണ്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റുക ഇതൊക്കെ ഈ ലോകത്തുണ്ട്. പിന്നെ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് ഇതൊക്കെ തെറ്റായ ഒരു ഇതാണ് അവരുടെ ഇടയ്ക്ക് വരുത്തുന്നത്. എന്തായാലും ഈ കാലത്ത് ഈ 2025 10 വയസ്സിന് മുൻപ് തന്നെ ഒരു പയ്യന് ഒരു സെക്ഷുവൽ തോട്ട്സും എങ്ങനെയൊക്കെയാണ് എന്ന് ഇമോഷൻസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ അമ്മമാർ എൻ്റെ മോനല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പയ്യൻ്റെ ഫ്രണ്ടിൽ പാവാടയും ബ്ലൗസും ഇല്ലാതെയോ ഉടുത്തിയിട്ടും സാരി ഉടുക്കുന്നതും പയ്യന്മാരുടെ അടുത്ത് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അതൊക്കെ ഇതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഓരോരോ പയ്യനും ഓരോരോ വൈഫിനും ഒരു അമ്മയായിട്ട് നിൽക്കാൻ പറ്റും. ഒരു വൈഫിന് മാത്രമേ അമ്മയായിട്ടും ബ്രദറായിട്ടും ഒരു ഹസ്ബൻഡിന് എല്ലാ രീതിയിലും നിൽക്കാൻ പറ്റും, എല്ലാ റോളും ചെയ്യാൻ പറ്റും. അമ്മയായിട്ട്, വൈഫായിട്ട്, ഫ്രണ്ടായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അമ്മയ്ക്ക് ഭാര്യയായിട്ട് കിടക്കാൻ പറ്റുമോ? ഈ കാലത്ത് അങ്ങനെയും ഉണ്ട്. റീൽസൊക്കെ കാണുന്നില്ലേ FBയിൽ, ആൾക്കാർ സ്വന്തം മോൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് പോകുന്ന കണ്ടാൽ എന്തോ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇരുന്നുകൊണ്ടൊക്കെ പോകുന്നത്. അപ്പം അതൊക്കെ അവരുടെ അകത്ത് എന്തോ ഒരു സെക്ഷുവൽ തോട്ട്സൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അവർ ഈ മാസ്റ്റർബേഷൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ പയ്യന്മാർ പോകുന്നത്. ഈ ബുദ്ധിയുള്ള പയ്യന്മാർ പറയും അമ്മ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, പക്ഷെ ബുദ്ധി ഇല്ലാത്തവന്മാർ അത് നോക്കിക്കൊണ്ട് നിൽക്കും. അതൊക്കെ കൊണ്ടാണ് പയ്യന്മാർ ഇതിലേക്ക് പോകുന്നത്. പയ്യന്മാരെ ഞാൻ ഈ കാലത്ത് പറയണമെന്ന് വെച്ചാൽ പെൺപിള്ളേർ എത്രയോ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മറ്റേതുപോലെ നടക്കുന്ന പിള്ളേരല്ല ഞാൻ പറയുന്നത്. അരകുറെ ഡ്രസ്സും ഇട്ട് FBയിലൊക്കെ പോസ്റ്റ് ഇടുന്നതും യൂട്യൂബിൽ കളിക്കുന്ന പിള്ളേരല്ലേ. പക്ഷെ മര്യാദയ്ക്ക് മുഖം നോക്കി അറിയാമല്ലോ. അപ്പം അങ്ങനത്തെ പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മോന് നല്ല ഒരു വൈഫ്, നല്ല ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ മര്യാദയ്ക്ക് ഡ്രസ്സ് ഉടുത്ത് ഒരു വയസ്സായ മര്യാദയ്ക്ക് സാരിയൊക്കെ ഉടുക്കണം. എന്നാലേ ഒരു റെസ്പെക്റ്റ് വരൂ. അല്ലാന്നുണ്ടെങ്കിൽ വന്ന് കയറുന്ന പെണ്ണിന് മര്യാദയൊന്നും കാണത്തില്ല. അവൾ വല്ലതും വിളിച്ച് പറയും. ഇതുകൊണ്ടാണ് മിക്ക ഫാമിലിയും ഐസൊലേറ്റായി പോകുന്നത്, നമുക്ക് വേണ്ടാന്ന് വെച്ച് പോകുന്നത്. ഈ കാലത്ത് എത്രയോ പെൺപിള്ളേർ ഭയങ്കര ബോൾഡാണ്. പണ്ടത്തെ പോലെ അല്ല. ജോലിയും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും എല്ലാം നോക്കാൻ റെഡിയാണ്. പക്ഷെ അമ്മയും അച്ഛനും റെഡിയല്ല. അവരെന്തിനു പൊസസീവ്നെസ് ആവുന്നു? അവളുടെ ഭർത്താവല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്മായിയമ്മയുടെ അടുത്ത് ചോദിക്കുക, അവളുടെ ഹസ്ബൻഡിനെ അല്ല കെട്ടിയത്, മോനെയല്ലേ കെട്ടിയത് അല്ലേ? മോനെ എന്തിനു വളർത്തണേ? കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വളർത്തണത്. ചുമ്മാ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ മോനാണ്, ഞാനില്ലാതെ അവൻ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ കാലത്ത് എല്ലാം മാറി. ഒരു ആൺകുട്ടീനെ കൊണ്ട് എന്തൊക്കെ പറ്റും അതിനേക്കാൾ ഡബിളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ. ജോലിക്ക് പോകുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി പെണ്ണിന് ഭയങ്കര കൂടുതലാണ്. അമ്മമാർ ആവശ്യമില്ലാത്ത ചെല്ലവും കൊടുത്ത് അതും കൊടുത്ത് ഒരു ബുദ്ധിയില്ലാതെ മന്ദബുദ്ധി പോലെ വളർത്തി അങ്ങ് വിടും. പക്ഷെ പഠിച്ചിരിക്കുന്ന കണ്ട മാസ്റ്റേഴ്സ് ഡിഗ്രി അതൊക്കെ ഇതൊക്കെ ആയിരിക്കും. ഞാൻ പറയാം, പയ്യന്മാരെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം, മര്യാദ പഠിപ്പിച്ച് തന്നെ വളർത്തണം. അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പോയി. അവനെ നിങ്ങൾ തനിയെ കൊണ്ടുപോയി നിങ്ങൾ വീട്ടിലിരുത്തും. അപ്പോൾ പോട്ടടാ വേറെ പെണ്ണിനെ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ജീവിതത്തിൽ ഫസ്റ്റ് നമ്മൾ കെട്ടുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആ ഫസ്റ്റ് ജീവിതം തന്നെ നമ്മൾ ഇച്ചിരി പ്രശ്നം കാണും, അതൊന്ന് ശരിയാക്കി ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി കൊണ്ടുപോകാൻ നോക്കണം. ചുമ്മാ എനിക്കിത് പറ്റൂല, ഇത് വേണ്ടാന്ന് വെച്ചാൽ രണ്ടാമത് പോയി അതിനെക്കാട്ടിലും അത് മോശമായിരിക്കും. പിന്നെ തനിയെ ജീവിക്കുന്നത് അതിനെക്കാട്ടിലും മോശമാണ്. അതിനെക്കാട്ടിലും ഒന്നിച്ചങ്ങ് ജീവിക്കുക, അടിച്ചോ പിടിച്ചോ ജീവിക്കാൻ സമ്മതിക്കണം കേട്ടോ. ചുമ്മാ ഒരുമാതിരി അങ്ങ് എൻ്റെ മോനാണെന്നൊക്കെ വരല്ലേ. പെൺപിള്ളേർ ഒത്തിരി കഷ്ടപ്പെട്ട് കുടുംബ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചാണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. ഞാൻ പറയുന്നത് മര്യാദയുള്ള പിള്ളേരുടെ കാര്യമാണ്. എത്രയോ പെൺമക്കൾ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും നോക്കാനും എടുക്കാനും ഒക്കെ റെഡിയാണ്. പക്ഷേ ഈ മിക്ക മദർ ഇൻ ലോ ഇപ്പോഴാണ് അവർക്ക് 16 വയസ്സ് പോലെയാണ് അവരുടെ ആക്ടിങ്, അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ആറ്റിറ്റ്യൂഡും. പക്ഷെ എത്രയോ പിള്ളേർ ഇപ്പോൾ ഭയങ്കര മെച്ചോർഡാണ്. ജോലിക്കൊക്കെ ഇപ്പോൾ പ്രൊഫഷണലൊക്കെ പഠിച്ച പിള്ളേരെയൊക്കെ കെട്ടി അവർ എത്രയോ മെച്ചോർഡാണ്. അവർ ഭയങ്കര മെച്ചൂറായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അമ്മായിമ്മമാരാണ് 16 വയസ്സ്. അവർക്ക് 16 വയസ്സ്. മോൻ്റെ കൂടെ ബൈക്കിൽ പോകണം, ഭാര്യ അറിയാതെ മോനെ കാണണം. എന്തിനു കാണണ? ഒരു ഭർത്ത എന്ന് വെച്ചാൽ പയ്യനെ കെട്ടിച്ചു കൊടുത്താൽ ആ പയ്യൻ വേറെ ഒരുത്തിയുടെ
ഹസ്ബൻഡാണ്. അവളുടെ വൈഫ് അറിയാതെ എന്തിനാ അവളെ കാണുന്നേ? അവനെ കാണുന്ന എന്തിനു? മോൻ എന്തോന്ന് തനിച്ച് കണ്ട് എന്തോന്ന് ഇരിക്കണ്? ഇതൊക്കെ ഓരോരോ ക്രിസ്ത്യൻസ് ഫാമിലി മനസ്സിലാക്കണം കേട്ടോ. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ പ്രീ മെരിറ്റൽ കോഴ്സേ ആ കപ്പിൾസിനല്ല വേണ്ടത്. സത്യം പറഞ്ഞാൽ പയ്യൻ്റെ ഫാമിലിക്കാണ് വേണ്ടത്. എങ്ങനെന്നറിയാവോ? ഒരു ബ്രൈഡിൻ്റെ ഫാമിലി എങ്ങനെയായാലും ആ കൊച്ചി ഒന്ന് ജീവിക്കണമെന്ന് മാത്രമേ വിചാരം മനസ്സിൽ കാണത്തുള്ളൂ. പക്ഷെ പയ്യൻ്റെ ഫാമിലിയാണ് മൊത്തം അങ്ങ് തകർക്കണത്. മൊത്തം അങ്ങ് എൻ്റെ മോനാണ് എന്തോന്ന് അവന് ഒരു മനുഷ്യനല്ലേ, അവനെ ജീവിക്കാൻ സമ്മതിക്കുക. അവന് ഇമോഷൻസ് കാണും. ഇപ്പം നിങ്ങൾ ജീവിക്കണ്ടെന്ന് വെച്ച് തനിയെ വിളിച്ചോണ്ട് പോയാൽ അവൻ പുറത്ത് കാണാൻ നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ അവൻ്റെ അകത്ത് ഒരു ഫീലിങ്സ് കാണും, ഒരു ഇമോഷൻസ് കാണും. അവന് 2 മാസം 3 മാസം ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചവനാണ്. അപ്പോൾ അവന് ഇപ്പോൾ കൂടെ പെണ്ണില്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരുത്തിയുടെ കൂടെ റോങ് റിലേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കെട്ടിയ ആ പെണ്ണിൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കല്യാണമായ ഓരോരോ പയ്യന്മാരിടത്തും ഈ അമ്മമാരും അച്ഛന്മാരും സംസാരിക്കാൻ. ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. ഒരു പെണ്ണിൻ്റെ ജീവിതമാണിത്. ഇന്ന് എത്ര ഫാമിലീസ്, ഞാൻ ചോദിക്കട്ടെ, ഈ എത്ര ഫാമിലീസാണ് ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നത്? എത്ര ഫാമിലീസ് ഉണ്ട്? കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് ചെയ്യും. എനിക്കൊരു ഫാമിലീനെ അറിയാം. അവരെങ്ങനെയെന്നറിയോ? കല്യാണം കഴിക്കും, നല്ല നഴ്സിംഗ് പഠിച്ച് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല പാവപ്പെട്ട കുടുംബത്തിൽ പിള്ളേരെ കെട്ടിക്കും. പക്ഷെ പെണ്ണ് പാവപ്പെട്ടതല്ല, പെണ്ണിന് നല്ല വിദ്യാഭ്യാസം കാണും, 10-30,000 സാലറി വാങ്ങിക്കുന്ന പെണ്ണിനെ നോക്കി കെട്ടും. കുടുംബക്കാർ പാവപ്പെട്ടവരാണ്, അവർ ഇത്രയും കഷ്ടപ്പെട്ടായിരിക്കും ആ പെണ്ണിനെ അത്രയും ഇതിലൊക്കെ എത്തിച്ചത്. എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് ഒരു കൊച്ചിനങ്ങ് ഉണ്ടാക്കും. അവൾ പ്രസവിച്ച ഉടനെ പിന്നെ ഇവർ വിളിച്ചോണ്ട് വരൂല. പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ 10 വയസ്സ് വരെ നിൽക്കണം. ഇവൻ ആ സമയത്ത് തള്ളിപ്പൊളിച്ച് നടക്കും. എവിടെയൊക്കെ അവൾ റോങ് റിലേഷൻ ആയെന്ന് ഈ പെണ്ണ് അറിയൂല. അവൻ എവിടെ വേണമെങ്കിലും പോയിട്ട് വരും. 10 വർഷത്തിന് ശേഷം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത്. ഇത് എവിടത്തെ ന്യായം? ഒത്തിരി പിള്ളേർ, ആൺകുട്ടികളാണ് ശരി, ആൺപിള്ളേരുടെ അമ്മമാരാണ് ശരിയല്ലാത്തത്. ഇത് എത്രയോ ഞാൻ കാണുന്നുണ്ട്. അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, കെട്ടിച്ച് വിട്ടാൽ അങ്ങ് വിട്, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, സപ്പോർട്ട് ചെയ്യുക. അവർ രണ്ടുപേരും വേറെ എൻവിറോൺമെൻറ്റിൽ വളർന്നവരാണ്. അപ്പോൾ അവരൊന്ന് അണ്ടർസ്റ്റാൻഡായി വരാൻ 2 ഇയർ 3 ഇയർ ഒക്കെ എടുക്കുക. അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതല്ലാതെ കയറി വന്ന പെണ്ണിനടുത്ത് നീ വീട്ടിലെന്താ ചെരുപ്പിടുന്നേ, അളമാരി എന്തിനാ പൂട്ടി വെക്കുന്നേ, എൻ്റെ പയ്യൻ്റെ കൂടെ എന്തിനാ കിടക്കണേ? അല്ലാതെ ചില അമ്മായിമ്മയും പറയണേ എങ്ങനെയെന്നറിയോ? എന്നുവെച്ചാൽ ഇപ്പോഴും അവർക്ക് വയ്യ, കാല് വയ്യ, കൈ വയ്യ, ഡെയിലി ഹോസ്പിറ്റലിൽ പോകണം. അതെന്തോന്നും ഒരു ഇമോഷനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലേ ഇപ്പോഴത്തെ ജനറേഷനും ഫാമിലി ആയിട്ട് ജീവിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റായി പാരൻസ് പറയുന്നതും കേട്ട് എല്ലാം ഇങ്ങനെ സിംഗിൾ മദറും സിംഗിൾ ഫാദറും ആയിട്ട് നിൽക്കത്തുള്ളൂ. പാരൻസ് നല്ല പിള്ളേരെടുത്തിരുന്ന് പൈസ വാങ്ങിച്ച് അവർ സന്തോഷമായിട്ടിരിക്കും. പക്ഷെ പിള്ളേരുടെ ജീവിതം തകർന്നു. അവർക്കും ഒരു പിള്ളേരുണ്ടെങ്കിൽ അത് കൊച്ചുമക്കൾ അതിനെക്കാട്ടിലും കഷ്ടപ്പെടും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തർ സംസാരിക്കാൻ. പിന്നെ ഒരു കാര്യം, ഒരു ഹസ്ബൻഡിനും വൈഫിനും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനുള്ള പോയിന്റ്സാണ് അവിടെ പറയേണ്ടത്. അതല്ലാതെ ഇവൻ ഇത്രയും നല്ലതാണ്, നിന്നെപ്പോലെ പെണ്ണിനെ കിട്ടിപ്പോയില്ലേ, ഇവൾ ഇത്രയും നല്ലതാണ്, നിന്നെപ്പോലെ പയ്യനെ കിട്ടിപ്പോയില്ലേ, അങ്ങനെ അവരുടെ അകത്ത് ഈഗോയിസം അല്ല വരുത്തേണ്ടത്. അവർ ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ ഏത് പോയിന്റ്സ് ആണോ സംസാരിക്കേണ്ടത് അതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഇത് നല്ല കുടുംബമാണ്, അറിയാതെയാണ് നിന്നെ കിട്ടി. എന്തോന്ന് നല്ല കുടുംബം? അകത്ത് പോയാൽ അറിയാം, പുറത്ത് കാണാൻ എല്ലാം നല്ലതായിരിക്കും, പക്ഷെ ആ കുടുംബത്തിനകത്ത് ഒരു ഡോട്ടറിൻ ലാവായിട്ട് കയറി പോയ പെണ്ണിനെ അറിയാവോ അവരുടെ സത്യസന്ധതയായിട്ടുള്ള മുഖം എന്താണെന്നുള്ളത്? പുറത്ത് കാണാൻ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ഇതുപോലെ ഒരു അമ്മായിമ്മേനെ കിട്ടാൻ, ഇതുപോലെ ഒരു പാരൻസിനെ കിട്ടാൻ കൊച്ചു എന്ത് ഭാഗ്യം, ഇതൊക്കെ ഓക്കെ. പക്ഷെ അകത്ത് പോയി നീ നോക്ക്. നീ ഒരു സ്ട്രേഞ്ചറായിട്ടിരുന്ന് ഈ വാക്കൊക്കെ പറയാം, പക്ഷേ അവൻ്റെ പയ്യനെ കെട്ടി ഒരു മരുമോളായിട്ട് വീട്ടിനകത്ത് കയറി ഒരാഴ്ച ജീവിച്ച് നോക്കിയാൽ അതിൻ്റെ ഇതെന്തെന്ന് അറിയാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ മക്കളും അമ്മയും അച്ഛനെയും നോക്കും. നോക്കാത്തവരുടെ കാര്യം, ഈ മര്യാദ അല്ലാതെ ജീവിക്കുന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ കുടുംബം നോക്കി നടക്കുന്ന എല്ലാ എല്ലാവരും നോക്കും. അതുകൊണ്ട് അവരെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. മക്കളെ ഒന്നും നിങ്ങൾ ബ്ലെയിം ചെയ്യല്ലേ. അവർ ബ്ലെയിം ചെയ്യല്ലേ, മക്കളെ എനിക്ക് വയ്യ, നീ ഭാര്യയുടെ കൂടെ കിടക്കണ്ട, എൻ്റെ കൂടെ. ഇതൊക്കെ എന്തോന്ന് സംസാരം? വൈഫിൻ്റെ കൂടെ എവിടെയെങ്കിലും പുറത്തു പോയാൽ ഉടനെ ഇവർക്ക് വയ്യാണ്ടാവും, ഇവർ കിടന്ന് കരയും. കരയണെന്തിന്? അവൻ്റെ പെണ്ണിനെയല്ലേ വിളിച്ചോണ്ട് പോയത്, നിങ്ങളല്ലേ നോക്കി കെട്ടിച്ചത്.
പിന്നെ പറയും കല്യാണമായി ഒരാഴ്ച പറയും അയ്യോ ഈ പെണ്ണ് വേണ്ടായിരുന്നു. പുതിയ പെണ്ണെടുത്ത് തന്നെ പറയും, വീട്ടിൽ വന്ന് കയറിയ പെണ്ണെടുത്ത് തന്നെ പറയും അയ്യോ നീ വേണ്ടായിരുന്നു, അവൻ സ്നേഹിച്ചത് വേറെ പെണ്ണാ, അതിന് കെട്ടിയെങ്കിൽ ഇവൻ കുറച്ചുകൂടി നല്ലതായിട്ട് ജീവിച്ചത്. ഇത് കേൾക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ചുമ്മാ നമ്മൾ എന്തുവാണ് സൊസൈറ്റിയാണ്, ഒത്തിരി അവയർനെസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തുവാ ഈ വില്ലേജ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ചെന്ന് പറയണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു അവയർനെസ് ഒക്കെ കൊണ്ടുവരണം. എത്ര പെൺപിള്ളേർ സൂസൈഡ് ചെയ്യുന്നുണ്ട്. പൊന്നുപോലെ വീട്ടിൽ നോക്കി ഒരു പെൺകുട്ടീനെ വളർത്തി ഈ ലോകത്ത് ഒരു വിമനായിട്ട് എടുക്കുന്ന എന്ത് പാടെന്നറിയോ. അതും അതിനെ പഠിപ്പിച്ച് അതിന് വേറൊരു പയ്യന്മാർ നോക്കാതെ സൂക്ഷിച്ച് നല്ല ബുദ്ധി അതിനകത്ത് കൊടുത്ത് അതിനെ വളർത്തുന്ന ഭയങ്കര പാടാണ്. വളർത്തി അങ്ങ് ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ 90 ദിവസം 30 ദിവസത്തിൽ അവരങ്ങ് സൂസൈഡ് ചെയ്ത് മരിക്കണം. അപ്പോൾ ഇത് എത്രത്തോളം ഇതൊരു ബാഡായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോകത്ത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോസ് വരണതും എല്ലാ കാര്യങ്ങളും. ചില വീഡിയോസ് ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല സോങ് ഒക്കെ ചെയ്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഡെയിലി വിലോഗ് അതൊക്കെ ഇന്ന് നല്ലതായിട്ടിരിക്കുന്നത്. പക്ഷേ ഈ സിംഗിൾ മദറാണ്, സിംഗിൾ പാരൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്ത് വിഷമമാണ്. അതൊക്കെ ഞാൻ പറയുക, ഈ ഡ്രസ്സ് ഇടാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ഡ്രസ്സ് ഇടാതെയൊക്കെ ഗ്ലാമറും കാണിച്ചുകൊണ്ട് ഈ വീഡിയോസ് ഇടുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ചില ഹസ്ബൻഡുമാർ അതുകൊണ്ടാണ് വൈഫിൻ്റെ അടുത്ത് വരാത്തത്. ഈ ഡ്രസ്സ് ഇടാതെയൊക്കെ FBയിലും അതൊക്കെ കാണുമ്പോൾ അവർക്ക് അത് മതി, അതും കണ്ട് അവരങ്ങ് മാസ്റ്റർബേറ്റ് ചെയ്ത് ഇരുന്നോളും. വൈഫ് വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ സിംഗിൾ മദറാണ്, സിംഗിൾ ഫാദർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല മാരേജ് നിങ്ങൾക്ക് അത്രയും ഇതാണെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്ത് സെക്കൻഡ് മാരേജ് ചെയ്ത് നിങ്ങൾ ജീവിക്കുക. അതല്ലാതെ ഈ FBയിലും ഫേസ്ബുക്കിലും ചുമ്മാ ഗ്ലാമറും കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതിടണം എന്തിനാണ്? അത് സൊസൈറ്റിയിൽ ഒരു എന്തോ എന്ന് പറയാം, ഒരു മിസ്ബിഹേവിയറാണത്. ഗ്ലാമർ കാണിക്കുക എന്നുള്ളത് സിനിമയിൽ കാണിക്കുന്നു. അതെന്തിനാണ് നിങ്ങൾ ഈ ഇവിടെയും കൂടി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണ്? അതിന് നമ്മൾ സൊസൈറ്റിക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ ഇന്ത്യയിൽ നമുക്കെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്, നല്ല ഒരു കൾച്ചറുണ്ട്. സാരി ഉടുക്കുക, മര്യാദയ്ക്കുള്ള സാരി ഉടുക്കുക, നല്ല രീതിക്ക് ജീവിക്കുക എന്നുള്ള ഒരു മാന്യമായിട്ട് നടക്കുക എന്നുള്ള ഒരു അത് ഫോളോ ചെയ്യുക. അങ്ങനെയല്ല ഇത്തിരി നമ്മൾ എന്തുവാ ഒരിതിൽ പെട്ടെന്ന് അങ്ങ് ഡിവോഴ്സ്ഡായി എന്നുണ്ടെങ്കിൽ സെക്കൻഡ് മാരേജിന് ട്രൈ ചെയ്യുക. അതെന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിടുന്നേ? അതൊക്കെ കണ്ട് എത്ര ഫാമിലീസ് ഇല്ലാതെ ആവുന്നെന്നറിയോ? എത്ര പേർ അവയർനെസ് വീഡിയോ ഇടുക, എത്ര പേരിടുന്നുണ്ട് കുക്കിംഗ് വിലോഗ്, പഠിക്കുന്ന കാര്യം, പിന്നെ ഡെയിലി വിലോഗ്, ഫാമിലിയിൽ ഇതൊക്കെ നടന്നു. അതൊക്കെ ഓക്കെയാണ്. ഫാമിലി ഈ കാലത്ത് ഞാൻ പറയുക ഫാമിലിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫാമിലിയെ ഫോക്കസ് ചെയ്യുക, ഫാമിലിയായിട്ട് ജീവിക്കാൻ നോക്കുക. നമ്മളിപ്പോൾ ഒരു സാഹചര്യം വന്ന് ഒരു വിദേശത്ത് പോയി എന്ന് വെച്ചാലും ഹസ്ബൻഡോ വൈഫോ പോയി, പക്ഷെ രണ്ടുപേരുമായിട്ട് ഒരു നല്ല ഒരു കണക്ഷൻ, നല്ല ഒരു ബോണ്ടിങ് വേണം. അതിന് പയ്യൻ്റെ വീട്ടുകാരങ്ങ് വിട്ടുകൊടുക്കണം. അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നത് മൂത്തവൻ പോകണ്ട, രണ്ടാമത് മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ അനിയൻ പോകണ്ട. അതെന്ത് നിങ്ങൾ നോക്കണം? എന്തിന്? അത് ദൈവം നോക്കിക്കോളും. അവരവരുടെ തലവര എങ്ങനെയാണോ, അവരവർക്ക് കിട്ടുന്ന ജീവിത പങ്കാളി എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിതം അനുസരിച്ചാണ് അവർ ജീവിച്ചോട്ടെ. അവരങ്ങ് വിട്ടുകള. ചുമ്മാ ആവശ്യമില്ലാതെ പിടിച്ചു വെച്ചോണ്ടിരിക്കല്ലേ. പയ്യന്മാരുടെ ജീവിതം കളയല്ലേ. ഈ അമ്മമാരൊന്ന് അടങ്ങിത്തരുമോ? ഈ കാലത്തുള്ള അമ്മമാരൊന്ന് അടങ്ങിത്തരുമോ? എൻ്റെ മോനാണ് എന്തിനാ അങ്ങനെ പൊസസീവ് ആക്കണം? പിന്നെ എന്തിനു കെട്ടിച്ചു? നിങ്ങൾ തന്നെ അങ്ങ് കെട്ടിക്കോ. നിങ്ങൾ തന്നെ അങ്ങനെ കെട്ടിച്ചോ. നിങ്ങൾ തന്നെ കെട്ടി എന്തോ ചെയ്തോ. എന്തിന് വെറുതെ അവിടെ പെൺപിള്ളേരില്ലാത്ത വീടാണ്, നീ കയറി വന്ന നീയാണ് അല്ല, എന്തിനങ്ങനെ പറയണ? പറഞ്ഞ് പറ്റിച്ച് ആവശ്യമില്ലാതെ കൊണ്ടുപോയി അടിയും പിടിയും ഇത് എന്തിനാണെന്ന് ചോദിക്കട്ടെ. നമ്മളെ ഭർത്താക്കന്മാരുടെ കൂടെയുള്ള ആ ഒരു സ്നേഹവും പിന്നെ നമ്മളെ പറഞ്ഞ് വളർത്തിയ ഒരു മര്യാദ കൊണ്ടാണ് വീട്ടുകാർ എന്ത് ചെയ്താലും നമ്മളങ്ങ് സഹിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്നത് കേട്ടോ.